എല്ലാം ഉണ്ടാവും, ചെയ്യുമുണ്ടാവും. എല്ലാ യൂട്യൂബിലും മീഡിയകളിലും ഒക്കെ വരുന്നതിന് വേണ്ടി അതൊക്കെ ഇങ്ങനെ വലിയ കാര്യമായിട്ട് ഇന്ന് പൊക്കിയൊക്കെ ചെയ്യും. അള്ളാഹു ആലം ഇതിന് കൂലിയുണ്ടോ സവാബുണ്ടോ എന്നൊക്കെ അള്ളാഹ് തീരുമാനിക്കും. ആഖിറത്തിൽ നമുക്ക് അവരെ കൊണ്ട് ദ്വാരക്കാനേ പറ്റുള്ളൂ. എന്നാലും കൂടുതലും ആളുകളുടെ ആഗ്രഹങ്ങൾ എന്താണ്? ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, ഇത്രയൊക്കെ ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ജനങ്ങളെ അറിയിച്ചു കൊടുക്കലാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു സാമ്പത്തികമായി വലിയ കഴിവുള്ള, ഇന്നത്തെ കണക്ക് പരിശോധിച്ചാൽ 800 കോടിയുടെ ആസ്തി ഉണ്ടായിരുന്നു. ഇന്നത്തെ അദ്ദേഹത്തിന്റെ ദിർഹമുകൾ ദീനാറുകൾ വെച്ച് പരിശോധിച്ചാൽ 800 കോടിയുടെ ആസ്തിയുള്ള വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിന് ഉസ്മാനുൽ ഖനി എന്ന് മറ്റൊരു പേരുണ്ട്, സമ്പന്നനായ ഉസ്മാൻ. അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു. ലമ്മാ അസ്ലമ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എന്ന ഈ സാമ്പത്തിക വിദഗ്ധൻ, ഇത്രയും വലിയ സാമ്പത്തികമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വാപ്പ അബുൽ ഹക്കം ഇബ്നു അബുൽ ആസ് ഇബ്നു ഉമയ്യ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അതർഗബു അൻ മില്ലത്തി ആബായിക ഇലാ ദീനിൻ മുഹ്ദസിൻ. നീ എന്ത് അബൂബക്കർ, ഉസ്മാൻ, നീ നിന്റെ പാരമ്പര്യമായ നിന്റെ പൂർവികരായ പിതാക്കന്മാരുടെ ദീൻ ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ ഒരു പുത്തൻ പ്രസ്ഥാനത്തെ അംഗീകരിക്കാൻ നീ വന്നോ? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ദീൻ, ഈ പരിശുദ്ധമായ ദീനിലേക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലയുടെ പിതാവ് വന്നിട്ട് ചോദിക്കാണ്, കെട്ടിയിട്ടു എന്നാണ്. കെട്ടിയിട്ടു അദ്ദേഹത്തെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലനെ കൊണ്ടുപോയി കെട്ടിയിട്ടു. ഫഔസഖ റിബാതൻ ഹത്താ തദഅ അൻ ഹാദിഹിൽ മില്ല ഇലൽ കുഫാർ. നീ ഈ ഒരു പാരമ്പര്യത്തിൽ നിന്ന് നീ ഇന്ന് ഏതൊരു ആദർശത്തെയാണോ നീ ഇപ്പോൾ സ്വീകരിച്ചത്, ഈ ആദർശത്തെ നീ ഒഴിവാക്കിയിട്ട് പൂർവികരായ നമ്മുടെ പിതാക്കന്മാരുടെ ആദർശമായ കുഫ്രിയത്തിലേക്ക് നീ മടങ്ങി വരുന്നത് വരെ ലാ അഹുല്ലുക, നിന്നെ ഞാൻ അഴിച്ചുവിടൂല, നിന്നെ ഞാൻ ഇവിടെ നിന്ന് അനക്കൂല, കെട്ടിയിട്ടോളെ, നിന്നെ ഇടങ്ങറക്കളെ, നിന്നെ വേദനിപ്പിച്ചു കളയും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങൾ കെട്ടിയിട്ടോളി, ലാ ദഉ, നിങ്ങൾ ഇനി എന്തെല്ലാം പറഞ്ഞാലും ഈ പരിശുദ്ധമായ പവിത്രമായ ദീനിനെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ എന്നെ ശാരീരികമായി മാനസികമായി നിങ്ങൾ എന്നെ വേദനിപ്പിച്ചാലും പീഡിപ്പിച്ചാലും ഭീഷണിപ്പെടുത്തിയാലും അതിലൊന്നും ഈ ഉസ്മാൻ വഴങ്ങുകയില്ല. വാപ്പ ആരാ? വാപ്പായും മോനും തമ്മിലുള്ള ഈമാന്റെ സംഘട്ടനമാണ് ഇന്ന് നമ്മുടെ വാപ്പാമാരും മക്കളെ കുഫ്രിയത്തിലേക്ക് വിടാൻ യാതൊരു വിഷയം അവർക്കില്ല. അവള് പോയാലെന്താ, അവൻ പോയാലെന്താ? ഇന്നത്തെ സാഹചര്യം ഇങ്ങനല്ലേ, അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിക്കണ്ടേ എന്നാണ് നമ്മുടെ വാപ്പാമാരുടെ വാക്ക്. മോള് പോയി മോൻ പോയി കാഫറായി ചത്തുപോയാലും ഈ വാപ്പാക്ക് ഒരു വിഷമവും ഇല്ല, ഒരു പ്രയാസവും ഇല്ല. ഇത്ര വലിയ അതാണ് നമ്മുടെ വാപ്പായും മക്കളും തമ്മിലുള്ള ബന്ധം. നമ്മുടെ വാപ്പായും മക്കളും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വാപ്പ ഉസ്മാനെ പിടിച്ച് കെട്ടിയിട്ടപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല പറഞ്ഞു, വാപ്പ നിങ്ങൾ കെട്ടിയിട്ടത് കൊണ്ടൊന്നും അള്ളാഹുവിന്റെ ഈ ദീനിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചെന്ന ഈ ഒരു പ്രകാശത്തിന്റെ ഈ ഒരു മാർഗരേഖ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറൊന്നുമല്ല കേട്ടോ, നിങ്ങൾ എന്നെ പീഡിപ്പിച്ചോളി. കുറെ നാളൊക്കെ കെട്ടി നോക്കി രക്ഷയില്ല എന്ന് കണ്ടപ്പോ അത് അഴിച്ചു വിട്ടു, നടക്കൂല എന്നുണ്ട്. അശറത്തുൽ മുബശ്ശറ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഖലീഫമാരിൽ 3ാമത്തെ സ്ഥാനം കിട്ടിയ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു 800 കോടിയുടെ സാമ്പത്തികമായി കഴിവുള്ള വ്യക്തിയായിരുന്നു. അല്ലാഹുവിന്റെ മാർഗത്തിലാണ് സമ്പത്ത് അദ്ദേഹം ചെലവ് ചെയ്തത്. അള്ളാഹുവിന്റെ ദീനാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി എന്ത് ത്യാഗം വന്നാലും അതിനെ സഹിക്കാൻ അദ്ദേഹം തയ്യാറായി. അതാണ് സഹാബാക്കൾ. വസ്സാബിഖൂനൽ അവ്വലൂൻ മിനൽ മുഹാജിരീൻ വൽ അൻസാർ. എന്തുകൊണ്ടാണ് മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തു വന്നത്? ഹിജ്റാബ്ദ് ആണല്ലോ, മുഹറം മാസമാണല്ലോ ഹിജ്റ ചെയ്തു വന്ന നമ്മുടെ ഇസ്ലാമിക പാരമ്പര്യമായ നമ്മുടെ ന്യൂ ഇയർ പുതുവത്സരം ഏതെങ്കിലും ഒരു മുസ്ലിം ആഘോഷിച്ചോ?
ഏതെങ്കിലും ഒരു മുസ്ലിമിന് ഓർമ്മയുണ്ടായോ? എടാ, ഇത് നമ്മുടെ പുതുവത്സരമാണ്, ഇത് നമ്മുടെ ആഘോഷമാണ്, അല്ല ഇഷ്ടപ്പെട്ട ദീനാണ്, അല്ല ഇഷ്ടപ്പെട്ട മാസാണ്, അല്ല ആദരിച്ച മാസാണ്. മുൻഗാമികളായ ഒരുപാട് പേരുടെ വലിയ വലിയ അത്ഭുത സംഭവങ്ങൾ നടന്ന ദിവസങ്ങളാണ്, ദിനരാത്രങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ആദരിക്കണം, ബഹുമാനിക്കണം, മനസ്സിലാക്കണമെന്ന് മുസ്ലിം സമുദായത്തിന് ആർക്കെങ്കിലും ഹാപ്പി ന്യൂ ഇയർ എന്ന ഒരു വാക്ക് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ മാസത്തിൽ നമുക്കത് ആർക്കെങ്കിലും ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ മനസ്സിലില്ല. കാരണം എന്താ? നമ്മളൊക്കെ ജൂതന്മാരെ പിൻപറ്റിപ്പോയി. നമുക്ക് 2025 ആകുമ്പോഴേ ന്യൂ ഇയർ ആവുള്ളൂ. ഹിജ്റ വർഷം നമുക്ക് ന്യൂ ഇയർ ആയിട്ട് അനുഭവപ്പെടൂല. നമ്മുടെ ബർത്ത്ഡേ ആ ഇംഗ്ലീഷ് കണക്കനുസരിച്ചായിരിക്കും നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മുടെ ബർത്ത്ഡേയുടെ കണക്ക് നമ്മൾ ഹിജ്റ വർഷം വെച്ച് നമ്മൾ നോക്കാറില്ല. ആഘോഷിക്കാനല്ല ഈ പറയുന്നത്. ആ കണക്ക് വയസ്സ് നമ്മൾ നോക്കുന്നതും ഇംഗ്ലീഷ് കണക്കാണ്. വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, അതിന്റെ ആണ്ട് ആഘോഷിക്കുന്നതും ഇംഗ്ലീഷ് കണക്കാണ്. അല്ല, വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചത് ഹിജ്റ വർഷം വെച്ച് നമ്മൾ നോക്കാറില്ല. ഇസ്ലാമിനെ അപേക്ഷിച്ചിടത്തോളം, മുസ്ലിമിനെ അപേക്ഷിച്ചിടത്തോളം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഹിജ്റ കലണ്ടർ പ്രകാരമായിരിക്കണം. അവന്റെ സക്കാത്ത് കൊടുക്കുന്നത് പോലും ഹിജ്റ കലണ്ടർ പ്രകാരമായിരിക്കണം. അല്ല, ഡിസംബർ മാസത്തിൽ 25-ാം തീയതിയാണ് ഞാൻ സക്കാത്ത് കൊടുക്കുന്നത്. അല്ല, അവൻ മനസ്സിലാക്കേണ്ടത് റമളാനിലാകണം, അല്ലെങ്കിൽ ഷവ്വാലിലാകണം, അല്ലെങ്കിൽ ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറമിലായിരിക്കണം. ആ ഹിജ്റ കലണ്ടർ പ്രകാരമായിരിക്കണം അവന്റെ എല്ലാ കർമ്മങ്ങളും, ഇസ്ലാമിന്റെ കർമ്മങ്ങൾ. നിയമം അങ്ങനെയാണ്. പക്ഷെ വലിയ വിലയുണ്ടോ നമ്മുടെ മുന്നിൽ? വലിയ വിലയുണ്ടോ? ആരെങ്കിലും ന്യൂ ഇയർ ആണെന്ന് പറഞ്ഞ് ഹിജ്റ വർഷം 1446 മുഹറം 1 നമ്മൾ എന്താഘോഷിച്ചു? നമ്മുടെ ആഘോഷം പൂത്തിരി കത്തിക്കലും പടക്കം പൊട്ടിക്കലും ചെണ്ടമേളം കൊട്ടിക്കലും അല്ല. ഒരു നോമ്പ് പിടിച്ച് റബ്ബേ അൽഹംദുലില്ലാ, പടച്ചവനെ ഇത്ര വർഷം നീ ജീവിക്കാൻ ഒരു തൗഫീക്ക് തന്നു, എൻ്റെ ഇത്ര വയസ്സ് നഷ്ടപ്പെട്ടു പോയി, ഇനി വരുന്ന ഒരു വർഷം ഈ മുഹറം 1446 നിന്റെ പൊരുത്തത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭാഗ്യം തരണേ എന്ന് 2 റക്അത്ത് അള്ളാന്റെ മുന്നിൽ നിസ്കരിച്ചിട്ട് ചോദിക്കാൻ. അങ്ങനെ ഒരു ആഘോഷം, അങ്ങനെ ഒരു ന്യൂ ഇയർ, അങ്ങനെ ഒരു പുതുവത്സരത്തെ സ്വീകരിക്കാൻ ഞാനടക്കം തയ്യാറായോ? ഞാനടക്കം തയ്യാറായോ? ഇല്ല. എന്നാൽ 2024 ഡിസംബർ 31 രാവിലെ മുതലേ തുടങ്ങും. പാതിരാത്രി 12 മണി 25 വരുമ്പോൾ ആഘോഷിക്കാൻ വേണ്ടി. അത് ജൂതനസ്രാണികളുടെ ആഘോഷമാണ്, നമ്മുടെ ആഘോഷമല്ലാതെ. പക്ഷെ നമ്മളും അതിൽ ഭാഗവാക്കായി പോയി. എന്തുകൊണ്ട്? വാപ്പായും മോനും ഈമാനികപരമായ ബന്ധമില്ല, നഷ്ടപ്പെട്ടു പോയി. വാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധം നിഫാക്കിന്റെയും കുഫ്രിയത്തിന്റെയും ജൂതനസ്രാണിസത്തിലേക്കും ആയിപ്പോയത് കൊണ്ട് അവരുടെ എല്ലാ കർമ്മങ്ങളും അവരെ പോലെ തന്നെയായി. അതാണ് അവസ്ഥ. അല്ല, വാപ്പ മോനെ ഹിജ്റിയായി, മുഹറം മാസ, രാവിലെ എഴുന്നേറ്റ് നീ സുബഹിസ്കരിക്കുക, അല്ലെങ്കിൽ തഹജ്ജുദ്സ്കരിക്കുക, രാവിലെ എഴുന്നേക്ക്, നമ്മുടെ മാസമായത് മുഹറം. അല്ലാഹ് ഇഷ്ടപ്പെട്ട 4 മാസത്തിലൊരു മാസമാണ് മുഹറം. മക്കളെ ആര് ഓർമ്മിപ്പിച്ചു? ഏത് വാപ്പ ഓർമ്മിപ്പിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തു. ആരും നോമ്പെടുത്തു? അതാണ് നമ്മൾ ദീനിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കണം. അല്ലാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് സഹാബാക്കളുടെ ഈമാനെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വാപ്പാടെ മുഖത്ത് നോക്കിയിട്ടാ പറഞ്ഞത്, നബീന റസൂലുള്ളാഹി തങ്ങളെ വേദനിപ്പിച്ച, നബീന റസൂലുള്ളാഹി തങ്ങളെ അപമാനിക്കാനോ ആക്ഷേപിക്കാനോ വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വാപ്പാക്കടെ പെടലിക്ക് നോക്കി അടി കൊടുത്തു. മോൻ ആരെയ എന്നെ കുറ്റം പറഞ്ഞു, എൻ്റെ റസൂലിനെ എങ്ങാനും പറഞ്ഞാല് ചവിട്ടി കീഴ്കളയും ഞാൻ. ഒറ്റ വാക്കാ അബൂബക്കർ സിദ്ദീഖ് മോൻ പറഞ്ഞ വാപ്പായെ നോക്കിയിട്ട്. ഇന്ന് മര്യാദയ്ക്ക് സ്വത്തെഴുതി വെച്ചില്ലെങ്കിൽ ഇപ്പൊ ഞാൻ കീറിക്കളയോന്നാ പറയാ. അതാ ഇന്ന് നമ്മുടെ വാപ്പായും മക്കളും തമ്മിലുള്ള ബന്ധം. ഭൗതികമായ ബന്ധത്തിനുള്ള താല്പര്യമാണ്, അതിനുള്ള മുൻതൂക്കമാണ് വാപ്പയും മക്കളും. ഇന്ന് ആത്മീയമായിട്ട് ആഹ്റവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഇവിടെ ഇല്ല. എവിടെയുള്ള ചർച്ച? അങ്ങനെ ഒരു ചർച്ചയുടെ വിഷയത്തിൽ നിസ്കരിച്ചില്ലേ നിനക്ക് ഞാൻ വെള്ളം തരല്ലേ, വീട്ടിൽ കയറ്റൂലെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു വാപ്പമാരുണ്ടോ? ഉണ്ടായിരുന്നു പണ്ടത്തെ കാലഘട്ടങ്ങളിൽ. വസ്സാബിഖൂനൽ അവ്വലൂൻ, വസ്സാബിഖൂനൽ അവ്വലൂൻ, മുൻഗാമികൾ, അവരൊക്കെ കഴിഞ്ഞുപോയി. നീ ഭക്ഷണം കഴിക്കണം, നിനക്ക് വെള്ളം വേണോ, നീ നിസ്കരിക്കണം, നിസ്കരിച്ചാൽ എനിക്ക് വെള്ളം തരില്ല, ഒരു ഗ്ലാസ് വെള്ളം തരില്ല, വീട്ടിന്റെ പടിയിൽ നീ കാലോട്ടരുത്, നീ സുബഹി നിസ്കരിക്കാതെന്ന് വന്നാൽ എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വാപ്പ കെണ്ടി കിടക്കും. സുബഹി നിസ്കരിക്കാൻ പിന്നെ നാളെ സുബഹിക്ക് പോകാൻ വാപ്പായി കാണൂല. ഫയർഫോഴ്സുകാർ വന്ന് പൊക്കെടുക്കേണ്ടി വരും, കണ്ടിലായിരിക്കും വാപ്പ. ഇന്നത്തെ ദീൻ അതാണ്. അന്നത്തെ ദീൻ അതായിരുന്നു, ഇന്നത്തെ ദീൻ ഇതാണ്. ഇന്നത്തെ തീനായി മാറി. ദീനല്ല. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു തആല 8 വയസ്സായപ്പോൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു തആല 8 വയസ്സ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു.
18 വയസ്സായപ്പോ നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഹിജ്റ ചെയ്യാൻ തയ്യാറായി. 18 വയസ്സിൽ പ്രായപൂർത്തിയായി. നമ്മുടെ ഇന്നത്തെ ഭാഷയില് 18 വയസ്സായപ്പോ ഹിജ്റയ്ക്ക് തയ്യാറായപ്പോ സ്വന്തം വാപ്പ പിടിച്ചു കൊണ്ടുപോയി കെട്ടിയിട്ട് മുറിക്കകത്ത് കെട്ടിയിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഖാന യുദഖിനു അലന്നാരി ഫീ ഹുജ്റതിഹി, കത്തിച്ചിട്ട് വലിയ തീ കത്തിച്ചിട്ട് അതിന്റെ പുക ആ മുറിക്കകത്തേക്ക് കയറ്റി വിട്ടു. 18 വയസ്സുള്ള മോനാണ്. ആലോചിച്ച് നോക്കി. എന്തിന്റെ പേരിലാണ് നമ്മൾ ചിന്തിക്കണം. ഇന്ന് മക്കള് പോയിട്ട് പിഴച്ചു പോയാലും വാപ്പ അടിക്കൂല, ശകാരിക്കൂല. ദീനിന്റെ മാർഗത്തിൽ പോയതിന്റെ പേരിൽ, ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അംഗീകരിച്ചതിന്റെ പേരിൽ ഹിജ്റ ചെയ്യാൻ തയ്യാറായി. 18 വയസ്സായി നബിയുന റസൂലുള്ളാഹി തങ്ങളോടൊപ്പം ഹിജ്റയ്ക്ക് വേണ്ടി തയ്യാറെടുത്തപ്പോ അവിടുത്തെ പിതാവും പിതാക്കന്മാരുടെ കുടുംബാദികളും പിതൃ സഹോദരങ്ങളും ചേർന്ന് ആ കൊച്ചു പയ്യനെ കെട്ടിയിട്ടിട്ട് തീ കത്തിച്ചിട്ട് പുക കയറ്റി വിട്ടു. ഇർജി ഇലൽ കുഫാർ, മടങ്ങ് ഞങ്ങളിലേക്ക് നീ. സുബൈർ ഇബ്നുൽ അവ്വാം 18 വയസ്സായ പൊന്നുമോൻ പറഞ്ഞു, വല്ലാഹി ലാ അർജിഉ ഇലൽ കുഫാർ. എന്നെ വെറുതെ ഭീഷണിപ്പെടുത്താം വാപ്പ, നിങ്ങൾക്ക് എന്നെ ഭീഷണിപ്പെടുത്താം. ഇവിടെ കിടന്ന് വെന്തുരുകി മരിച്ചാലും ശ്വാസം മുട്ടി മരിച്ചാലും വല്ലാഹി ലാ അർജിഉ ഇലൽ കുഫാർ, കുഫാറുകളിലേക്ക് ഞാൻ മടങ്ങൂല. ഞാൻ ഈമാൻ വിട്ട് ഞാൻ മാറൂല. ഇത് അള്ളാഹു എനിക്ക് തന്ന ഏറ്റവും വലിയ ഔദാര്യമാണ്. അള്ളാഹ് എനിക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. ഇത് വിട്ടുള്ള കളി എനിക്കല്ല വാപ്പ, നിങ്ങൾ കത്തിച്ചോളിയും കൊന്നോളിയും. എന്താ പറഞ്ഞേ? 18 വയസ്സുള്ള മോനാ. ഇന്ന് 18 വയസ്സുള്ളമാർ കഞ്ചാവ് അടിച്ചിട്ട് ബീച്ചിലും ബാറിലും റോഡ് സൈഡിലും അവിടെയൊക്കെ അല്ലേ, മാനവീയത്തിലും ഒക്കെ 18 വയസ്സുള്ള മക്കളെ നമുക്കൊന്ന് കാണാം. 18 വയസ്സുള്ള ദീനിന്റെ അഹ്ലുകാർ, വസ്സാബിഖൂനൽ അവ്വൽ, ഇവരെ കുറിച്ചല്ലേ നമ്മൾ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ റളിയല്ലാഹു അൻഹും വറളു അൻ. അവരെ അല്ലാഹു ഇഷ്ടപ്പെട്ടു, അല്ലാഹ്ക്ക് അവരെ ഇഷ്ടായി. അവർക്ക് അല്ലാഹ് ഇഷ്ടായി, ഇവർക്ക് അല്ലാഹ് ഇഷ്ടായി. രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടായി, തൃപ്തിപ്പെട്ടു. അതുകൊണ്ടാണ് റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്നൊക്കെ പറഞ്ഞത്. മുൻഗാമികളാണ്. എന്തിന്റെ പേരിലാണ് ഇഷ്ടപ്പെട്ടത്? അല്ലാഹു എന്ന ആരാധ്യനെ പരിപൂർണമായി ഉൾക്കൊള്ളാൻ തയ്യാറായി. കയ്യും മെയ്യും മറന്ന് റബ്ബിനെ അംഗീകരിക്കാൻ തയ്യാറായി. അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യ ലോകത്തില്ല, ഒരു ശക്തനില്ല, ഒരു സംരക്ഷകനില്ല, ഒരു സ്രഷ്ടാവില്ല. അവനാണ് നമ്മുടെ എല്ലാം. നമ്മളെ ജീവിപ്പിച്ചവൻ, ഉയിര് നൽകിയവൻ, ഭക്ഷണം നൽകിയവൻ, ഉജീനം നൽകുന്നവൻ, മരിപ്പിക്കുന്നവൻ അവനാണ്. അവന് വേണ്ടിയിട്ടാണ് എൻ്റെ യാത്ര, അവന് വേണ്ടിയിട്ടാണ് എൻ്റെ ദൗത്യം, അവന് വേണ്ടിയിട്ടാണ് എൻ്റെ ചലന നിശ്ചലന അവസ്ഥകൾ മുഴുവനും. ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അതിന് തടസ്സം വരുന്ന എന്ത് വിഷയം വന്നാലും അതിനെ ഞാൻ ഉൾക്കൊള്ളുകയില്ല എന്ന് പരിപൂർണമായി അംഗീകരിച്ചവരാണ് സ്വഹാബാക്കൾ. അതുകൊണ്ടാണ് അവർക്ക് റളിയല്ലാഹു അൻഹും എന്ന പേര് ഖുർആൻ കൊണ്ട് തന്നെ അല്ലാഹു തആല വിശേഷിപ്പിച്ചത്. റളിയല്ലാഹു അൻഹും, അവരെ അല്ലാഹ് തൃപ്തിപ്പെട്ടു എന്നർത്ഥം. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിനെ ഉമയ്യത്തിന്റെ കിങ്കരന്മാര് മക്കയുടെ താഴ്വരയിൽ വലിച്ചിറച്ചു കൊണ്ടുവന്ന് കൊടും ചൂടില്, ഭയങ്കരമായ കൊടും ചൂടില് മലർത്തിക്കിടത്തി ഫതുളഉ അലാ സദ്രിഹി ബിസ്സഖ്റത്തിൽ അളീമ, വലിയ കല്ലുകളാണ് എടുത്തു വെച്ചത്. വലിയ വലിയ പാറക്കല്ലുകൾ എടുത്ത് തലയിൽ നെഞ്ചിലെടുത്ത് വെച്ചു. ശ്വാസം മുട്ടുന്നു, കണ്ണ് തെള്ളിപ്പോയി, വെള്ളം കൊടുക്കുന്നില്ല. ബിലാൽ റളിയല്ലാഹു തആലയോട് പറഞ്ഞു, ഇർജി, നീ മടങ്ങ്, പൂർവികരിലേക്ക് നീ മടങ്ങ്, പൂർവികരുടെ ആരാധനാലയങ്ങളിലേക്ക് മടങ്ങ്, അവരുടെ ആദർശത്തിലേക്ക് നീ മടങ്ങ്. ലാ തസാലു ഹാദാ ഹത്താ തമൂത, നീ ഇത് ഒഴിവാക്കാത്തിടത്തോളം കാലം, നീ മരിക്കുന്നത് വരെ നിന്റെ ശിക്ഷ ഇത് തന്നെയായിരിക്കും. ആ ശ്വാസം മുട്ടി മരിക്കാൻ പോകുന്ന സാഹചര്യത്തിലും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു വിളിച്ച ഒരേ ഒരു വാക്ക് അല്ലാഹു അഹദ്. ഏറ്റവും കൂടുതൽ അവർക്ക് വേദനയും പ്രകോപനവും ഉണ്ടാക്കുന്ന ഒരു വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഇന്നും കുഫാറുകൾക്കും മുശ്രിക്കീങ്ങൾക്കും ഫാസിസ്റ്റ് നാസിസ്റ്റുകൾക്കും ഏറ്റവും കൂടുതൽ വെറുപ്പുളവാക്കുന്ന ഒരു പേരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാ അല്ലാ എന്നുള്ള വിളി. ഈ വെറുപ്പുണ്ടാകുന്ന വാക്കാണ് മരിക്കാൻ കിടക്കുന്ന സമയത്ത്, ആ പിടയ്ക്കുന്ന സമയത്ത് അവർക്കൊന്നുകൂടി ഈർഷ്യതയുണ്ടാക്കാൻ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു അല്ലാഹു അഹദ്. വീണ്ടും വീണ്ടും അവർ പീഡനത്തിന്റെ ശക്തി കൂട്ടുമ്പോഴും ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ നാവിൽ നിന്ന് വരുന്ന അല്ലാഹു അഹദ് എന്നാണ്. ബിലാൽ റളിയല്ലാഹു തആല പറഞ്ഞു, ഇതിനേക്കാൾ ഒരു വലിയ വാക്ക് എനിക്കറിയാമായിരുന്നെങ്കിൽ ഈ ഉമയ്യത്തിനെയും അവന്റെ കിങ്കരന്മാരെയും പ്രകോപിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വാക്ക് ഞാൻ ആ സമയത്ത് പറയുമായിരുന്നു. പക്ഷെ എനിക്കത് അറിവില്ലാതെ പോയത് കൊണ്ട് അല്ലാഹു അഹദ് എന്ന് ഞാൻ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. ബിലാൽ റളിയല്ലാഹു തആലയുടെ വാക്കാണ്. മരിക്കാന്ന് ഇന്ന് മരിക്കാറാകുമ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ട് ഓരോ വാക്കുകളൊക്കെ പറയിക്കുന്നുണ്ടല്ലോ, അറിയാലോ, യൂട്യൂബിൽ നമ്മൾ കാണുന്നല്ലേ സോഷ്യൽ മീഡിയയിലൂടെ. മുസ്ലിമീങ്ങളെ പീഡിപ്പിച്ചിട്ട് പറയടാ, അങ്ങനെ പറയടാ, ഇങ്ങനെ പറയടാ, അങ്ങനെ പറയടാ, കുഫ്രിയത്തിന്റെ വാക്കുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന നമുക്കറിയാലോ. ഇത് പണ്ടേ തുടങ്ങിയ സിസ്റ്റമാണ്, ഇന്ന് തുടങ്ങിയതൊന്നുമല്ല, ആ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. അന്നേ പിടിച്ചു നിർത്തിയിട്ടാണ് ഇവരോടൊക്കെ പറഞ്ഞത്, പറ നീ വാക്ക് മാറ്റി പറ, വാക്ക് മാറ്റ്. ഞാൻ മരിക്കാൻ തയ്യാറായാലും, ഞാൻ ഇങ്ങനെയാണ് മരിക്കേണ്ടി വന്നാലും, ഞാൻ ഈ തീച്ചുളയിലാണ് കിടക്കേണ്ടി വന്നാലും എനിക്കതൊരു പ്രശ്നമേ അല്ല. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചവനാണ്. അതുകൊണ്ട് എനിക്കൊരു വിഷമവും ഇല്ല, ഒരു പ്രയാസവും ഇല്ല. നിങ്ങൾ എന്ത് പീഡനം എൻ്റെ മേൽ ഏൽപ്പിച്ചാലും ഞാൻ അതെല്ലാം പൂമാല പോലെ സ്വീകരിക്കാൻ തയ്യാറാണ്. അല്ലാഹു അല്ലാതെ ഒരു സൃഷ്ടാവ് ലോകത്തിലില്ല. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഈമാൻ. ഈ ഈമാൻ കയറിയവന് വേറെ ഒരു പണി നടക്കൂല. ഇവിടെ വേറൊരു പണിക്ക് അവൻ ആഗ്രഹിക്കുമല്ലോ, നിൽക്കുകയില്ല. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹ്. ഇതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ഈമാനാണത്. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിഞ്ഞു നിന്നിട്ട് അല്ലാ 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 അല്ലാന്ന് വിളിച്ചെന്ന് വലിയ കാര്യമില്ല. ഈ പറഞ്ഞ ഈമാൻ ഉണ്ടോ എൻ്റെ കൽബിലുണ്ടോ? ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود. വലിയ അഗ്നി കൊണ്ടുണ്ടാക്കി വലിയ കിടങ്ങ് കുഴിച്ചിട്ട് മുൻഗാമികളായ പൂർവികരായ അള്ളാഹുവിനെ ആരാധിച്ച് വിശ്വസിച്ചിരുന്ന വിഭാഗത്തെ വലിയ കുഴി കുഴിച്ച് അതിനകത്ത് ഒരുപാട് വിറകുകളിട്ട് വലിയ തീക്കുണ്ടമുണ്ടാക്കിയിട്ട് സാലിഹീങ്ങളായ മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ ആൺ പെണ്ണുങ്ങളെ കൂട്ടത്തോടുകൂടി അതിലേക്ക് തള്ളിയിട്ട് പരസ്യമായി ചുട്ടരിച്ചിട്ട് അതിൻ്റെ പരിസരങ്ങളിലിരുന്ന് ചിരിച്ച് സന്തോഷിച്ചിരുന്ന പൂർവികരായ അഹങ്കാരി ധിക്കാരികൾ ഉണ്ടായിരുന്നു. അവരെ കുറിച്ച് ഖുർആൻ പറയുന്നത് ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളെ ഈ വലിയ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആൺ പെൺ കുഞ്ഞുമക്കളടക്കം അവർ വെന്തുരുകുമ്പോൾ ഷഹാദത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ പേരിൽ അവനെ വിശ്വസിച്ചതിന്റെ പേരിൽ വെന്തുരുകുമ്പോൾ ഇത് കണ്ട് കൈകൊട്ടിച്ചിരിച്ച് ആസ്വദിച്ചിരുന്ന അഹങ്കാരി തമ്മാടികൾ ആ കാലത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് ഇസ്രയേലിലുള്ളതുപോലെ ഇതേ അവസ്ഥ തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ, പൂർവീകരുടെ കാലഘട്ടത്തിൽ. എന്തിന്റെ പേരിലാണ് ഈ വലിയ കിടങ്ങിൽ കിടന്ന് അവർ വെന്തുരുകേണ്ടി വന്നത്? വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. സ്തുത്യർഹനായ റബ്ബിനെ അല്ലാതെ ലോകത്ത് ഒരു രക്ഷിതാവുമില്ല, അവനല്ലാതെ ഒരു ആരാധ്യനില്ല, അവനെയല്ലാതെ ഒരു സൃഷ്ടാവിന്റെ മുന്നിൽ എന്റെ നെറ്റിത്തടം ഞാൻ സമർപ്പിക്കുകയില്ല എന്ന് വാശി പിടിച്ച ഒരു വിഭാഗം ആൺ പെൺ മക്കൾ അടക്കമുള്ളവരെ നിഷ്ഠൂരമായി പരസ്യമായി പച്ചക്കിട്ട് ചുട്ടരിച്ച ഒരു കാലഘട്ടത്തിൽ പോലും അല്ലാഹ് നീയല്ലാതെ മറ്റൊരു ഇലാഹ് ഉണ്ട് എന്ന് അവർ വാദിച്ചിരുന്നില്ല. ആ മരണത്തെ പൂമാല പോലെ ഏറ്റെടുക്കാൻ അവർ തയ്യാറായത് എന്തിന്റെ പേരിൽ? ഈമാനിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിലാണ്. വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. അല്ലാഹയെ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് അവർ ഈ തീക്കുണ്ടം ഏറ്റെടുക്കേണ്ടി വന്നത്. എന്നിട്ട് അതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോയോ? ഇല്ല, പോവില്ല.
കാരണം അള്ള ഉണ്ടെന്ന് വിശ്വസിച്ചു. നമുക്ക് അള്ള ഉണ്ട് എന്നറിയാം. പക്ഷെ അത് നീ ബാധി ഞാൻ ബാധി ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ചെറിയ സംശയമുണ്ട്. ദുആ ചെയ്തിട്ട് സ്വീകരിക്കുന്നില്ല, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് അതിന് പരിഹാരം കാണുന്നില്ല, ഇത്രയും നിസ്കരിച്ചിട്ട് കടം തീരുന്നില്ല, ഇത്രയും ദുആ ഇരുന്നിട്ടുണ്ട് രോഗം മാറുന്നില്ല. അള്ള ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. നീ നന്നാവാൻ പോകുന്നില്ല, നീ ശരിയാവുകയില്ല, എൻ്റെ ഈമാൻ പൂർണ്ണമാവുകയില്ല, ഈമാൻ പൂർണ്ണമാവുകയില്ല. എന്നാൽ തീ കാണുമ്പോൾ പടച്ചോനെ എന്താ നിനക്ക് ഇത് വേണോ ഇത് വേണോ, ഇതിലേക്ക് തള്ളിയിടും, അല്ലെങ്കിൽ നിനക്ക് നല്ലൊരു ജീവിതം തരാം, ഏതാ വേണ്ടത്? ഇതല്ലേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഈ റോമൻ ചക്രവർത്തിക്ക് അയച്ചു കൊടുത്ത ആ സഹാബാക്കളിൽപ്പെട്ടവർ രണ്ടുപേർ ഏറ്റെടുത്തത് എന്താണ്? ഏതാ വേണ്ടത് ചോദിച്ചു. ഭൗതികമായ എല്ലാ ആഡംബരങ്ങളും നിങ്ങൾക്ക് തരാം, ഭൗതികമായ അതിപ്രസരത്തിൽ വിരാജിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരാം, ഏതാ വേണ്ടത്? അവര് പറഞ്ഞു ഇതിനൊക്കെ ഒരു താൽക്കാലികമായ ഒരവസ്ഥയുള്ളൂ, ഇതിനൊക്കെ ഒരു വിരാമമുണ്ടാകും, ഇത് ക്ഷണികമായ ഒരു സുഖമാണ്, ഇത് നശ്വരമാണ്, അനശ്വരമല്ല. അള്ളാഹു നമ്മളെ വിളിക്കുന്നത് അനശ്വരമായ ഒരു ഭവനത്തിലേക്കാണ്, ശാശ്വതമായ ഒരു ജീവിതത്തിലേക്കാണ്, ശാശ്വതമായ ഒരു സുഖഭോഗങ്ങളിലേക്കാണ് റബ്ബ് നമ്മളെ ക്ഷണിക്കുന്നത്. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഷഹീദാക്കപ്പെടാൻ ഞങ്ങൾ തയ്യാറാണ്. അതിൻ്റെ പേരിൽ ഞങ്ങളെ കൊത്തിക്കൊല്ലാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങളുടെ ഓരോ അവയവങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ബലി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അല്ലാതെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഈ ദീനിനെ പണയപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ബഹുമാനപ്പെട്ട സഹാബാക്കൾ തീരുമാനിച്ചു. ആ രണ്ടുപേരുടെയും തല അന്തരീക്ഷത്തിൽ കിടന്ന് പാറിപ്പറക്കുമ്പോൾ അവരിൽ നിന്ന് വന്ന ആ ആയത്തുകൾ അള്ളാഹു ഇഷ്ടപ്പെട്ട ആയത്താണ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹ്, ശാന്തി അടഞ്ഞ ആത്മാവേ വാ, അള്ളാഹുലേക്ക് പ്രവേശിച്ചോ. സ്വർഗം ആ ഒരു വാക്ക് കേൾക്കാൻ ഒരു ഭാഗ്യം കിട്ടിയാൽ ചെറിയൊരു കാര്യമാണോ അതൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊരു വലിയൊരു VIP കാണാൻ വേണ്ടി ത്യാഗം സഹിച്ചു പോയിട്ട് നമുക്ക് എൻട്രി പാസ് കിട്ടിയില്ല എങ്കിൽ നമ്മൾ നിരാശ, എത്ര ദൂരത്ത് നിന്ന് വന്ന ഇയാളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കാണാൻ പറ്റിയില്ല, നിരാശനായി മടങ്ങേണ്ടി വന്ന നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അവൻ്റെ മുന്നിൽ അവൻ കേൾക്കാൻ പോകുന്നൊരു വാക്കുതാണ്, അവസാനത്തെ വാക്കായത്. നല്ല മനുഷ്യരാണെങ്കിൽ അവൻ കേട്ടിട്ടേ മരിക്കൂ, ഹദീസാണ്, അവൻ കേട്ടിട്ടേ മരിക്കൂ. ആ വാർത്ത കേൾക്കുമ്പോഴാണ് ഇവൻ പുഞ്ചിരി തൂകുന്നത്. യാ അയ്യുഹല്ലദീന യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയാ. അല്ലാഹു അക്ബർ. എത്ര വലിയ വാക്ക് അത് കേൾക്കുമ്പോൾ കൊൽമയിർ കൊള്ളുകയാണ്. റാളിയതൻ മർളിയ. ഏത് റാളിയ? റളിയല്ലാഹു അൻഹും വറളൂ അൻ. സഹാബാക്കളെ, മുൻഗാമികളെ അള്ളാഹു തൃപ്തിപ്പെട്ട് ഇഷ്ടപ്പെട്ടതുപോലെ നിന്നെ അള്ളാഹ് ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. വാ, റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹ് സ്വർഗം കാണിച്ചു കൊടുക്കുക. ബാ, കേറിക്കോ, ഇതിലോട്ട് കേറിക്കോ, അള്ള പാസ് തന്നിരിക്കുകയാണ്, ധൈര്യമായിട്ട് വന്നോ, പേടിക്കണ്ട. അപ്പോഴാണ് പറയുന്നത് എന്നെ ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ ഒന്ന് വേഗത്തിൽ കൊണ്ടുപോണേ. ആ വാക്കതാണ്. സന്തോഷം കാണിച്ചു കൊടുത്തില്ല മലക്കള്. ഇതാണ് ആ തലയിലൂടെ കേട്ടത്. രണ്ടാമത്തതും സ്വർഗലോകത്ത് അള്ളാഹു കൊടുക്കുന്ന വിഭവങ്ങളാണ്. അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക് സ്വർഗലോകത്ത് കൊടുക്കുന്ന വിഭവങ്ങൾ. فهو في عيشة راضية في جنة عالية. ഉയർന്ന സ്വർഗങ്ങളിലാണ് അവർ വിരാജിക്കുന്നത്, ഉന്നതമായ സ്വർഗലോകത്ത്. في جنة عالية قطوفها دانية كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية. ദുനിയാവിൽ വെച്ച് നിന്റെ സമയങ്ങൾ എല്ലാം നീ അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെച്ചില്ലേ? നീ തിന്നാതെയും കുടിക്കാതെയും ഹലാലും ഹറാമും ഒക്കെ നോക്കിയിട്ട് ഒക്കെ നീ സൂക്ഷിച്ചു. ദുനിയാവിൽ നാളെ ഒരു ജീവിതമുണ്ട്, അവിടെ പോയി എനിക്ക് തിന്നണം കുടിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പേരിൽ ദുനിയാവിൽ വെച്ച് നീ മാറ്റിവെച്ചില്ലേ? വാ,
നിനക്ക് തിന്നാനും കുടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അള്ളാഹ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കണം, ഇങ്ങോട്ട് വാ എന്ന് അവനോട് പറയപ്പെടും. നമ്മളും ദുആ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ യുനാദി ഫിൽ ജന്ന ഖുലൂ വശ്റബൂ ഹനിയം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. പടച്ച റബ്ബേ, വരുവിൻ, സന്തോഷത്തോടെ പ്രവേശിക്കുവിൻ, നിങ്ങൾ കഴിക്കുവിൻ, വിഭവങ്ങൾ നിങ്ങൾ രുചിക്കുവിൻ എന്ന് പറയപ്പെടുന്നവരിൽ അല്ലാഹുവേ നീ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ പടച്ചവനെ. അങ്ങനെയാണ് ദുആ. നമുക്കും അങ്ങനെ ആവണം. അങ്ങനെ വിളിക്കപ്പെടുന്നവരിൽ പ്രത്യേകമായ ക്ഷണിതാക്കൾ, പ്രസിഡന്റിന്റെ അത്താഴ വിരുന്നെന്നൊക്കെ കേൾക്കാറില്ലേ? പ്രധാനമന്ത്രിയുടെ അത്താഴം, അവരുടെ ഇന്ന് അവരുടെ ഭക്ഷണമാണ്, ഇന്ന് അവരുടെ വിരുന്നാണ് എന്നൊക്കെ പറയാറില്ലേ? അപ്പൊ അതിലൊക്കെ പോവാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ, വലിയൊരു കാര്യമാണ്. അവിടെ തിന്നലല്ല വിഷയം. എന്നെ അത്താഴം കഴിക്കാൻ രാഷ്ട്രപതി വിളിച്ചു, ഇന്ന് അവിടുത്തെ വിരുന്നിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി വിളിച്ചു. ഇപ്പൊ സാധാ സീതാക്ക് കയറിപ്പോകാൻ പറ്റൂല എല്ലാവർക്കും. അതിന് പ്രത്യേക കാർഡ് തരും, പ്രത്യേക ടോക്കൺ തരും, അതനുസരിച്ച് വേണം പോകാൻ. അപ്പൊ അങ്ങനെ ക്ഷണിക്കപ്പെടുക എന്നുള്ളത്, ആ ക്ഷണം വലിയൊരു കാര്യമാണത്, ചെറിയ കാര്യമല്ല. അപ്പൊ അങ്ങനെ അല്ലാഹു ക്ഷണിക്കും സ്വർഗലോകത്തിലൊരു വിഭാഗത്തെ. അവര് നല്ല സന്തോഷകരമായ കണ്ട. ഇവിടെയും അള്ളാഹ് ഉപയോഗിച്ച വാക്കെന്താ? റാളിയ. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അവിടെ റളിയല്ലാ തർളിയത്തി എന്ന് പറയുന്ന ആ റിള, അള്ളാഹുവിനോടുള്ള ആ ഒരു തൃപ്തി. അള്ളാഹ് നമ്മളെ തൃപ്തിപ്പെട്ട് നമ്മളും അള്ളാഹെ തൃപ്തിപ്പെട്ടാൽ അവൻ മുഅ്മിനായി സഹോദര. അതിനാണ് പണിയെടുക്കേണ്ടത്. അള്ളാഹ് നമ്മളെ തൃപ്തിപ്പെടണം, നമ്മൾ അള്ളാഹെ തൃപ്തിപ്പെടണം. ബഹുമാനപ്പെട്ട സക്കരിയ നബി ദുആ ചെയ്തൊരു കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്തപ്പോ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം വെച്ച ഡിമാൻഡ് എന്തെന്നറിയുമോ? വജഅൽനി റബ്ബി റളിയാ. നീ തൃപ്തിപ്പെട്ട, ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയെ എനിക്ക് തരണേ അല്ലാ. എൻ്റെ ഇഷ്ടത്തിനുള്ള കുട്ടിയെ നീ എനിക്ക് നൽകണ്ട റബ്ബേ. അവച്ച വാക്കതാണ്. നമ്മളോ ആൺകുട്ടി ഉണ്ടാവാൻ എന്തെല്ലാം പണിയുണ്ടോ ആ പണി മൊത്തം കൊടുക്കും. കുട്ടി വെളുക്കാൻ വേണ്ടി എന്തെല്ലാം കൊടുക്കാൻ പറ്റുമോ അത് മൊത്തം കൊടുക്കും. കുട്ടിക്ക് വണ്ണം കൂടാൻ വേണ്ടി എന്തെല്ലാം തീറ്റിക്കാൻ പറ്റുമോ ഗർഭിണിയെ മൊത്തം തീറ്റിക്കും. ഇതൊക്കെ തവക്കുലില്ലാതെ നമ്മളായിട്ട് തീരുമാനം എടുക്കാണ്. ആ ഏതെങ്കിലും ഒരു വാപ്പ പോയിരുന്ന് റബ്ബേ, എൻ്റെ ഭാര്യയുടെ ഉദരത്തിൽ വളർന്നു വരുന്നത് നീ തൃപ്തിപ്പെട്ട ഒരു കുഞ്ഞായിരിക്കണമല്ല. അതാണോ പെണ്ണോ കറുത്തതോ വെളുത്തതോ എന്തുമാകട്ടെ, നീ തൃപ്തിപ്പെടണം പടച്ചവനെ എന്ന് പറഞ്ഞ വാപ്പ ആരുണ്ട്? എന്ന് പറയുന്ന വാപ്പ എവിടെയുണ്ട്? എവിടെയുണ്ട്? പ്രവാചകന്മാർ ചോദിച്ച ചോദ്യമാണ്. വജഅൽനി റബ്ബി റളിയാ. എന്നെ നീ തൃപ്തിപ്പെട്, എൻ്റെ മകനെ നീ തൃപ്തിപ്പെട്, നീ തൃപ്തിപ്പെട്ട ഒരു കുട്ടിയെ നീ എനിക്കതാ. വജഅൽഹു റബ്ബി റളിയാ. അവനെ നീ തൃപ്തിപ്പെട് പടച്ചവനെ. അത്ര വലിയ വാക്കാത്, ചെറിയ കാര്യമല്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ തർളിയത്ത് നൽകിയിട്ട് അങ്ങോട്ട് വരാൻ വേണ്ടി പറയുന്നത്. വാ. ആ രണ്ടുപേരുടെ തലയിൽ നിന്നും കേട്ടത് ആ ഒരു ശബ്ദമാണ്. മൂന്നാമത്തെ വ്യക്തിയെ വിളിച്ചു വരുത്തി മന്ത്രിയുടെ അരികിലേക്ക് കൊണ്ടുവന്നു. നീ കേട്ടല്ലോ, പറഞ്ഞതെല്ലാം കേട്ടു. അതുകൊണ്ട് ഇൻ ഫഅൽത ദാലിക അഖ്ലഉ അലൈകൽ ഖുൽഅ വഅജ്അലുക ഖൈറ മൻ ഹളറതി. എൻ്റെ ഏറ്റവും അടുത്ത വ്യക്തിയാക്കി നിന്നെ ഞാൻ മാറ്റാം, മന്ത്രി പദവി നൽകി നിന്നെ ഞാൻ ആദരിക്കാം, നീ ഇതിൽ നിന്ന് മാറണം. മൂന്നാമൻ പറഞ്ഞു അബീഉദീനി ബിദുനിയാക. നിനക്ക് വേണ്ടി, ഈ ഭൗതിക താല്പര്യത്തിന് വേണ്ടി എൻ്റെ ദീൻ വിൽക്കാൻ, കച്ചവടം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. മനുഷ്യന്മാർ ഈമാൻ പെട്ടെന്ന് പാറിപ്പോകുന്ന നിമിഷ നേരമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ദുനിയാവിന് വേണ്ടി ഈമാനെ പണയപ്പെടുത്താതിരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. മൂന്നാമത്തെ വ്യക്തി പറഞ്ഞ വാക്കാണ് അബീഉദീനി ബിദുനിയാക്. ദുനിയാവിന് വേണ്ടി ദീൻ വിൽക്കാൻ ഞാൻ തയ്യാറാണ്. വഅബ്ലഗുക ഫീ മുനാക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എന്ത് വേണമോ ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഉടനെ തന്നെ ആ മലിക്കുർ റോം വിളിച്ച് മന്ത്രിയോട് പറഞ്ഞു, ഇവന് എല്ലാവിധ ഭൗതികമായ ആഡംബരങ്ങളും അധികാരങ്ങളും കൊടുത്ത് അവനെ തൃപ്തിപ്പെടുത്തണം.
മന്ത്രിയുടെ അരികിലേക്ക് കൊണ്ടുപോയി. ഫഖാലൽ വസീർ, മന്ത്രി പറഞ്ഞു, യാ ഹാദാ, ഏ സഹോദര, ലാ നഅമനുക വലാ നുസദ്ദിഖുക ഹത്താ തഖ്തുല റജുലൻ മിൻകും. നിന്നെ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ, നിന്നെ ഞങ്ങൾ ഇപ്പോൾ ഒരു ഇന്റർവ്യൂ നടക്കാൻ പോവാണ്, നിന്നെ വിശ്വസിക്കണമെങ്കിൽ, നിനക്ക് ഈ മന്ത്രി പദവി തരണമെങ്കിൽ, ഈ അധികാരം നിന്റെ കൈകളിലേക്ക് ഞങ്ങൾ വെച്ച് മാറണമെങ്കിൽ, നിന്റെ കൂട്ടത്തിൽ വന്ന ഈ 20 പേരടങ്ങുന്നവരിൽ നിന്ന് ഒരാളെ നീ വിളിച്ചു കൊല്ലണം. فأخذ رجلا منهم فقتل واحدا. അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആ സഹാബാക്കളിൽ നിന്ന്, ആ സംഘത്തിൽ നിന്നൊരു വ്യക്തിയെ വിളിച്ച് അദ്ദേഹം കൊന്നുകളഞ്ഞു. ദുനിയാവിന് വേണ്ടി കൊന്നുകളഞ്ഞു കൂട്ടുകാരനെ. ഒറ്റുകൊടുക്കുക എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടല്ലോ, ഇതാണ് ഇതൊക്കെ അതിൻ്റെ അർത്ഥം. കൂട്ടത്തിൽ കൊണ്ടുപോയിട്ട് ദുനിയാവിന് വേണ്ടി അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ഉടനെ തന്നെ വലിയ സന്തോഷമായി മലിക്കിന്, രാജാവിന് വലിയ സന്തോഷമായി. കൊള്ളാം, ഇവൻ നമുക്ക് പറ്റിയ ആളാണ്. ആ രാജാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞു, അല്ല രാജാവ്, നിങ്ങൾ അങ്ങനെ ആഹ്ലാദിക്കാൻ പാടില്ല. നമുക്കിവിടെ ഒരു സംശയമുണ്ട്. എന്താണ് സംശയം? അവൻ നല്ലവനല്ലേ, അവനിൽപ്പെട്ട ഒരാളെ കൊന്നില്ലേ? അതല്ല വിഷയം. അവരോടൊപ്പം ചെറുപ്പം മുതലേ, ബാല്യം മുതലേ കളിച്ച് വളർന്നു വന്ന് വലുതായി എല്ലാ രഹസ്യവും പരസ്യങ്ങളും എല്ലാം അറിയുന്നവർ, ഒരുമിച്ച് വളർന്നു വന്ന് പ്രവർത്തിച്ചവർ, സഹയാത്രികർ, സഹപാഠികർ, സഹപ്രവർത്തകർ, ഇത്രത്തോളം ആത്മീയ ബന്ധം പുലർത്തിയ, പരസ്പരമായി സന്തോഷത്തോടുകൂടി കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവന്ന സുഹൃത്തുക്കൾ, ഭൗതികമായ ചെറിയ ഒരു ലാഭത്തിനു വേണ്ടി ഇത്ര വർഷം പഴക്കമുള്ള ഈ സുഹൃത്തിനെ കൊല ചെയ്യാൻ അവൻ തയ്യാറായാൽ, നാളെ ഈ അധികാരത്തിന്റെ കസേരയിൽ കയറിയാൽ നിങ്ങളെ വധിക്കുകയില്ല എന്ന് എന്താ തെളിവ്? ഓ, പെട്ടെന്ന് കത്തി. ശരി, നീ തന്നെ ഒറിജിനൽ വസീർ, അവന്റെ തല വെട്ടിയരെ. കൽപ്പിക്കപ്പെട്ടു. തട്ടിയേക്കാൻ പറഞ്ഞു. പോയില്ലേ? ഈമാൻ ഇല്ലാതെ മരിക്കേണ്ട ഒരു അവസ്ഥ വന്നില്ലേ? ആ മൈതാനത്തിലൂടെ 3 പ്രാവശ്യം ആ തലകടന്ന് ഇങ്ങനെ കറങ്ങി. ഒരു വാക്ക് വന്നു ആ നാവിൽ നിന്ന്, അഫമൻ ഹഖ അലൈഹി കലിമത്തുൽ അദാബ് അഫഅൻത തുൻഖിദു മൻ ഫിന്നാർ. നരകത്തിന് വേണ്ടി വിധിക്കപ്പെട്ട ഒരാള് പ്രവാചകരെ, അതെത്രത്തോളം അങ്ങ് പരിശ്രമിച്ചാലും അവനെ ആ നരക കുണ്ടാരത്തിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങേക്ക് കഴിയോ? അവനെ അള്ളാഹു നരകത്തിന് എഴുതി. അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആരെല്ലാം നോക്കിയാലും നടന്നില്ല. അവന്റെ പര്യവസാനം ആ നരകത്തിലേക്ക് തന്നെയാ പോവുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇത്ര നാള് വളർന്നു വന്നു, ദീനനുസരിച്ച് ജീവിച്ചു, അവസാനം എവിടേക്ക് എത്തി? പര്യവസാനം എവിടേക്ക് എത്തി? അഫമൻ ഹഖ അലൈഹി കലിമത്തുൽ അദാബ് അഫഅൻത തുൻഖിദു മൻ ഫിന്നാർ. അല്ലാഹു അക്ബർ. നരകത്തിലേക്ക് വേണ്ടി വിധിക്കപ്പെട്ടവർ ആരാണോ ആ നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ അങ്ങേ കൊണ്ട് കഴിയില്ല പ്രവാചകരെ. തീർന്ന ആ ഒരു വാക്കാണ് ആ 3 പേരിൽ നിന്ന് സെലക്ട് ചെയ്ത അമീറന്മാരിൽ നിന്ന് 2 പേരിൽ നിന്ന് സ്വർഗത്തിന്റെ വാക്കും ഒരാളിൽ നിന്ന് നരകത്തിന്റെ വാക്കുമാണ് കേൾക്കാൻ കഴിഞ്ഞത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത ആയത്തിൽ ലാകിനല്ലദീന തഖൗ റബ്ബഹും ലഹും ഗുറഫും മിൻ ഫൗഖിഹാ ഗുറഫും മബ്നിയത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വഅദല്ലാഹ് ലാ യുഖ്ലിഫുല്ലാഹുൽ മീആദ്. അല്ലാഹയെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് അവർക്ക് തട്ടുതട്ടുകളായുള്ള ഫ്ലാറ്റുകൾ അല്ലാഹു തആല സ്വർഗത്തിൽ കൊടുക്കും. അതിന്റെ താഴ്ഭാഗത്തോടി ഒഴുകുന്ന അരുവികൾ അല്ലാഹു കൊടുക്കും. വഅദല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ വഅദയാണ്. അള്ളാന്റെ വഅദയാണ്. ഒരു സൃഷ്ടിയുടെ വാക്കല്ല, ഒരു സ്രഷ്ടാവിന്റെ വാക്കാണ്. ലാ യുഖ്ലിഫുല്ലാഹുൽ മിആദ്. അല്ലാഹ് പറഞ്ഞ വാക്ക് അല്ലാഹ് ലംഘിക്കുകയില്ല കേട്ടോ, അല്ലാഹ് ലംഘിക്കുകയില്ല. അല്ലാഹ്ക്ക് വേണ്ടി ജീവിച്ച് അല്ലാഹ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായവർക്ക് അവർക്ക് വലിയ ബഹുനില ഫ്ലാറ്റുകൾ ലഹും ഗുറഫും മിൻ ഫൗഖിഹാ ഗുറഫും മബ്നിയ, എല്ലാം ഫർണിഷ്ഡ്,
എല്ലാ നിലയ്ക്കുമുള്ള ആഡംബര ഫ്ലാറ്റുകൾ, ബഹുനില തട്ടുകളായിട്ടുള്ള ഫ്ലാറ്റുകൾ, അതിന്റെ താഴ്ഭാഗത്തുകൂടി അരുവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും. ആർക്ക്? ലാകിൻ അല്ലദീന തഖൗ റബ്ബഹും. അല്ലാഹു സൂക്ഷിക്കണം, അല്ലാഹു വിശ്വസിക്കണം. അവരാരാണ്? അവരുടെ വിശേഷണങ്ങളാണ് സൂറത്തുൽ അൻഫാലിൽ ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അള്ളാഹയെ കുറിച്ച് പറയുമ്പോൾ പേടി, വെപ്രാളം, കരച്ചില്, കണ്ണുനീര്. അവരാണ് ഒറിജിനൽ മുഅ്മിൻ എന്നല്ല പറഞ്ഞില്ലേ? ഒറിജിനൽ മുഅ്മിൻ. അവരുടെ വിശേഷണങ്ങളാണ് ആ പറയുന്ന ആയത്തുകളിലൂടെ. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ.